പ്രൈസ് ദി ലോർഡ്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്. ധാരാളമായ ദൈവത്തിൻ്റെ കൃപ, അബൻഡന്റ് ഗ്രേസ്. നമുക്കതിനുള്ള വാക്യം വായിക്കാം. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുകുവാൻ ദൈവൻ ശക്തൻ തന്നെ. 2 കൊരിന്ത്യർ 9:8. നമുക്ക് വേദപുസ്തകത്തിൽ ധാരാളമായി കാണുന്ന പദങ്ങളിൽ ഒന്നാണ് കൃപ എന്നത്. പാട്ടിലും പ്രാർത്ഥനയിലും പ്രസംഗത്തിലും ആരാധനയിലുമെല്ലാം ഈ പദം ആവർത്തിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. അർത്ഥവും ആശയവുമെല്ലാം എല്ലാവർക്കും നന്നായി അറിയാം. എന്നാൽ കൃപ എന്ന വാക്കിൻ്റെ അർത്ഥവ്യാപ്തി ഒരു വാക്കിലോ ആശയത്തിലോ ഒതുങ്ങുന്നതല്ല. അത് അത്രയ്ക്ക് ആത്മീക മൂല്യമുള്ള ഒരു വാക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കൃപ എന്ന് പറഞ്ഞാൽ. എന്നാൽ കൃപ എന്താണ് നിർവചനം നമുക്ക് കാണാൻ കഴിയുന്നത്? പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കരപൂർണമായ ഒരു കൃപയ്ക്കാണ് പറയുന്നത് കൃപയെന്ന് പറയുന്നത്. വേറെ ആരുടെയും സ്വാധീനം ചെലുത്താതെ തന്നെ ദൈവം കൃപ നമുക്ക് നൽകി തരുന്നു എന്നാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെയുള്ള കൃപയാണ് ദൈവത്തിൻ്റെ കൃപ എന്നുള്ളത്. എന്നാൽ ഗ്രീക്ക് ഭാഷയിൽ ചാരീസ് എന്ന് പറയുന്നു. ഗ്രേസ് ദൈവത്തിൻ്റെ ദാനമായ എല്ലാ ആനുകൂല്യങ്ങളെയും കുറിക്കുന്ന പദമാണ്. ദൈവിക മാഹാത്മ്യത്തിൻ്റെ നമ്മിലേക്കുള്ള പകർച്ചയാണ് കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്തെ ദൈവം നൽകുന്ന ആനുകൂല്യമാണ് കൃപ. ദൈവത്തിന് നമ്മോടുള്ള പരിഗണന, സ്നേഹം, കരുണ, ദയെല്ലാം കൃപാദാനങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊതുസമൂഹത്തിൽ വിരളമായി മാത്രം ഈ പദം ഭൗതികമായി ഉപയോഗിക്കുന്നു. മറ്റു ജാതിയെ ദേവീദേവന്മാരുടെ മുമ്പിലും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ അവിടെയെല്ലാം നാം ചിന്തിക്കുന്ന കൃപ ലഭിക്കുകയില്ല. മനുഷ്യന് കൃപയും കനിവും ഉണ്ടായിരിക്കണം എന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കും. നാം ഇവിടെ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയെക്കുറിച്ചാണ്. ദൈവത്തിൻ്റെ കൃപ വേദപുസ്തകത്തിൽ ഉടനീളമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവ് കൃപയുള്ളവൻ കരുണയുള്ളവൻ എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനാണ്. സങ്കീർത്തനം 145:8 കാണുവാൻ കഴിയുന്നുണ്ട്. 2, ദൈവം കൃപയും നീതിയുള്ളവൻ. നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. സങ്കീർത്തനം 116:5 കാണുന്നു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു. ദീർഘക്ഷമയും മഹാദയമുള്ള കർത്താവാണ്. സങ്കീർത്തനം 103:8 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.